ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആലുവട. അതിന് ഞമ്മയില്ല നാട്ടിലെന്ത് പറയാം, ഇവിടെ അറബീൻ്റെ പത്തെന്ന് പറയുന്നത്. അറബീൻ്റെ ഇത് ഇല ഞാൻ വിളിപ്പിച്ചിന് ഓൺലൈനിൽ കിട്ടുന്നു, ബജാറിൽ ഇവിടെ കിട്ടുന്നു മുംബൈയിൽ. പിന്നെ കുറച്ച് ഞാൻ വെള്ളം എടുത്തിന്, കുറച്ച് പുളി എടുത്തിന്, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെക്കണം ഒരു 10 മിനിറ്റ്. പിന്നെ കുറച്ച് കൊത്തമീർ, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി ഇടി അതിനിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ അരച്ചിട്ടെടുക്കണം. പിന്നെ ഒരു ടോപ്പുകത്ത് 1/2 കിലോ ഞാൻ കടലപ്പൊടി എടുത്തിന്. പിന്നെ ഈ അരച്ചിട്ട് വെച്ച മസാല ഇട്ട് കൊടുക്കണം ഇതേമാതിരി. പിന്നെ ഇത് വെളുത്തെള്ളില്ലേ കൂടുതൽ ഇടണം, വെളുത്തെള്ള്. പിന്നെ ഇല്ലേ കലോഞ്ചിനെ കരിഞ്ചീരകത്തിനെ പറയുന്നത്. പിന്നെ ഇത് അയമം, പിന്നെ കുറച്ച് 2 സ്പൂണ് കസ്കസ് അതിനിട്ട് കൊടുക്കണം. ഇത് ജീരകം ഇടണം, ഒരു 3 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് തേങ്ങ പൊടിച്ചത് ഓൺലൈനിലും കിട്ടുന്ന പൊടിച്ചതാണ്. അല്ല നമ്മൾ ഉണക്ക കൊപ്പരയില്ലേ, കൊപ്പര തന്നെ ചരണ്ടിയിട്ടാലും മതി. പിന്നെ ജീരകം പൊടിച്ചത്, ഇത് ചാട്ട് മസാല 2 സ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കണം. വെള്ളത്തിന് നമ്മൾ ആവശ്യത്തിന് വെച്ചിട്ടില്ല, ഞാൻ 10 മിനിറ്റ് അതിൻ്റെ വെള്ളം കലക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതേമാതിരി പുളീൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. പുളീനെ മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് ഇതേമാതിരി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഞാൻ 3 സ്പൂണ് മുളക് പൊടി എടുത്തിന്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുത്ത്. പിന്നെ ഇത് അരീൻ്റെ പൊടിയില്ലേ അതിട്ടിട്ട് നമ്മൾ ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഈ പത്തന കയറ്റിയില്ലേ തോർത്തിട്ട് പിന്നെ മിക്സാക്കിയിട്ട് കൊടുക്കണം, വെള്ളം കൂടുതലാവാൻ പാടില്ല. പിന്നെ ഇതിനെ അറബീൻ്റെ ഇലയെന്ന് പറയുന്നത്, അതിനെ നമ്മൾ കയറ്റി തോർത്തിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഇതിനല്ലേ അതിനെ ചുരണ്ടിയിട്ട് കൊടുത്തിട്ട് ഇതേമാതിരി പരത്തിയിട്ട് കൊടുക്കും. ഇതിനെ പരത്തിയിട്ട് കൊടുത്ത് പിന്നെ തോർത്തിയിട്ട് എടുത്ത് പിന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ ഇതേമാതിരി മസാല നമ്മൾ തേച്ചിട്ട് കൊടുക്കണം. നോക്കി ഇതേമാതിരി എല്ലാത്തിനും എല്ലാം എന്നില്ലെങ്കിൽ ഇങ്ങനെ 4 ഇല കൊണ്ട് ഇതുവരെ ഇതിങ്ങനെ മറിച്ച് വെച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ബയ്യൊക്കെ തേച്ച് കൊടുക്കണം. നോക്ക് ഇതേമാതിരി തേച്ച് കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ, നല്ല കാരി ടൈപ്പ് ചായൻ്റെ കൊത്തെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ട് നോക്കിയല്ലേ. ഇത് 4-10 ഇതേമാതിരി 4-5 ഇല കൊണ്ട് ഇത് റോളാക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഒരു സൈഡിലില്ലേ ടോപ്പ് വെച്ചിന്. ഇന്നൊക്കെ 15 മിനിറ്റ് ഞാൻ വെച്ചിന്, അത് വെന്ത് കിട്ടീന്. പിന്നെ തണിഞ്ഞ പിന്നെ ഞാൻ ഇതേമാതിരി തെളുപ്പില മുറിച്ചിട്ട് എടുക്കണം. ഇതേമാതിരി മുറിച്ചിട്ടെടുത്ത് നമ്മൾ ഇല്ല എണ്ണക്കത്ത് തണിഞ്ഞെങ്കിൽ നല്ല പെട്ടെന്ന് മുറിച്ചിട്ട്